ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. നോർമൽ പ്ലീറ്റഡ് ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിരുന്നു. ഇത് നമുക്ക് സ്റ്റിച്ചിങ് ഒന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ബോട്ടത്തിൻ്റെ മുകളിലേക്കൊരു പടി കട്ട് ചെയ്യുന്നുണ്ട്. അതിന് 2 പീസായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അത് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ചില കേസിൽ നമുക്ക് അത് ഫോൾഡിങ്ങിൽ തന്നെ കിട്ടാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ല. അപ്പം ഇന്ന് നമുക്ക് അങ്ങനെയല്ല കിട്ടിയേക്കുന്നത്, 2 പീസായിട്ടാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് അത് തമ്മിലും ജോയിൻ ചെയ്തെടുത്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ 2 അറ്റവും ഒന്ന് മടക്കി അടിക്കാം. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ വശം എങ്ങനെയാണോ നമുക്ക് വണ്ണം, നമ്മുടെ അരവണ്ണം എങ്ങനെയാണോ അതിന് ആ വണ്ണത്തിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ഒരു 1.25 1.5 ആയിട്ട് അധികം ഇട്ടിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മേളിൽ ഒരു 2 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിതുപോലെ കുത്തി നിർത്തി 2 അടിപ്പ് കൊടുക്കുക. അത് ഗ്യാപ്പ് ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ വള്ളി ഇടാൻ നേരത്ത് മടക്കി അടിക്കുന്ന ഒരു ഇതുകൊണ്ട് വരുന്നുണ്ട്. വള്ളി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഗ്യാപ്പ് ഇടണം കേട്ടോ. അതിന് ശേഷം നമ്മൾ അപ്പുറത്ത് ചെയ്തതുപോലെ തന്നെ 2 അറ്റവും മടക്കി അടിക്കാം. അതിനുശേഷം നമ്മൾ വള്ളി ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ മടക്കി അടിക്കുകയോ ചെയ്യുന്നത് കേട്ടോ. അതാകുമ്പം കുറച്ചുകൂടി എളുപ്പമുണ്ട്. പിന്നെ പിന്നിട്ട് കയറ്റാൻ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ മേളുവശം തേരുവശം ആയതുകൊണ്ടാണ് ഞാൻ മടക്കി അടിക്കാൻ. തേരുവശം അല്ലാന്നുണ്ടെങ്കിൽ മേളിൽ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചതിന് ശേഷം മാത്രമേ വള്ളി വെച്ചിട്ട് നമ്മൾ ഒരു മടക്കൂടി മടക്കാവുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ അടിവശമാണ്, കാലിൻ്റെ അടിവശമാണ്, ആംഗിൾ റൗണ്ടാണ് നമ്മൾ അവിടെയാണ് അടിക്കുന്നത്. അപ്പം ഒരു ഇത്തിരി കട്ടി കിട്ടാൻ വേണ്ടി നമ്മൾ ഉള്ളിൽ ഒരു ചെറിയ കട്ട് പീസ് കൂടി കൊടുത്തിട്ടാണ് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു കാലിലൊരു 5 സ്റ്റിച്ച് ഇടുവേ. ഇങ്ങനെ നോർമൽ ബോട്ടം വരുമ്പോൾ നമ്മൾ അടിയിൽ കുറച്ച് പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ 5 സ്റ്റിച്ച് കൊടുക്കാറുണ്ട്. അതിതുപോലെ ഓരോ പ്രസറിൻ്റെ വീതിക്ക് അതൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 സ്റ്റിച്ചാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ കാലും ചെയ്തെടുക്കണേ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വണ്ണം ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. അടിവശം നമുക്കൊരു 6 വരുന്നത് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ലൂസ് എത്രത്തോളം വേണോ അത്ര ഇട്ടിട്ട് വേണം നമ്മൾ മേളിൽ വരെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോ കാലയിലും ഒരു 2 അടിപ്പ് വീതം നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 2 കാലും നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ കോത് വരുന്നവിടം ജോയിൻ ചെയ്യാണ്. ആദ്യം ആ ജോയിൻ ചെയ്ത് നിർത്തിയ 2 അറ്റവും ഒരുമിച്ച് വെച്ചിട്ട് മുകളിലോട്ടും താഴോട്ടും നമ്മൾ അടിക്കാവുള്ളൂ. ഒരു പേൾപ്പിന് വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് അടിക്കുവാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അവിടെ നമ്മൾക്ക് കറക്റ്റ് വരണം. മുകളിൽ ഇത്തിരി കൂടുതലോ കുറവോ വന്നാലും നമുക്കതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം. കോതുവശം വരുന്നോടം രണ്ടും ഒരേപോലെ തന്നെ വെച്ചിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ. അവിടെ നമുക്ക് 2 അടിപ്പും വീതം ഇടാം കേട്ടോ. അവിടേക്കാണ് വേഗം കീറി പോകുന്നത്. അതുകൊണ്ട് നമ്മൾ 2 സ്റ്റിച്ച് അവിടെയും കൊടുക്കണേ. അതിന് ശേഷം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ബോട്ടത്തിന് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലുമായിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് ഒരു ഏകദേശം ഒന്ന് തെറ്റി പോകുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. നമുക്കൊരു കണക്കറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വണ്ണത്തിനനുസരിച്ച് എത്രത്തോളം പ്ലീറ്റ്സ് വേണോ അത്രത്തോളം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചില കേസിൽ ചിലർക്കിഷ്ടം സൈഡിൽ പ്ലീറ്റ്സ് ഇടുന്നതായിരിക്കും. ഈ കസ്റ്റമർ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളപ്പം ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മുകളിലത്തെ പടി ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മേളിൽ ജോയിൻ ചെയ്ത് കൊടുത്തത് 2 സൈഡും മടക്കി അടിച്ചിരുന്നു. അതിൽ ഒരെണ്ണം ഫ്രണ്ട് വശവും ആ ഗ്യാപ്പ് ഇട്ടവിടം ഫ്രണ്ട് വശവും അല്ലാതെ അടിച്ചത് ബാക്ക് വശമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒപ്പം നേരെ വെച്ചിട്ട് വേണം ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ ബോട്ടം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ.